എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. +2 റിസൾട്ട് 2024 റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി എന്നിവയുടെ അപേക്ഷകൾ കഴിഞ്ഞ ദിവസമേ ആരംഭിച്ചതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങളാണ് വിദ്യാർത്ഥികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടി ആണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് മുൻപ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 പേർ വീഡിയോ കണ്ടാൽ 10 വിദ്യാർത്ഥികൾ പോലും ചാനലൊന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. ഫ്രീ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. +2 റിസൾട്ട് 2024 റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി എന്നിവയുടെ അപേക്ഷകൾ ക്ഷണിച്ചു. അവസാന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 14 അപ്പോൾ വിദ്യാർത്ഥികൾ നിരവധി പേർ ചോദിക്കുന്നുണ്ട്, റീവാലുവേഷൻ നൽകിക്കഴിഞ്ഞാൽ ആ റീവാലുവേഷൻ നൽകുന്ന സബ്ജക്റ്റിന് നിങ്ങൾക്ക് പരീക്ഷ അഥവാ പരീക്ഷ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ പറ്റുമെന്ന്. തീർച്ചയായും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. നിങ്ങൾക്ക് റീവാലുവേഷൻ ഒരു വിഷയത്തിന് 500 രൂപയാണ് നിങ്ങൾക്ക് റീവാലുവേഷനായി ഈടാക്കുന്നത്. ഇപ്പോൾ റീവാലുവേഷൻ നൽകി എന്ന് വെച്ചാൽ പോലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പരീക്ഷ നിങ്ങൾക്ക് ആ വിഷയത്തിന് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി. ഫോട്ടോ കോപ്പി റീവാലുവേഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ പേപ്പർ പുനർമൂല്യനിർണ്ണയമാണ്. ഒന്നും കൂടെ എന്ത് ചെയ്യും, പേപ്പർ വാല്യുവേഷൻ ചെയ്യും. ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പേപ്പറിൻ്റെ കോപ്പി നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ കൈകളിൽ ലഭിക്കും. സ്ക്രൂട്ടണി എന്ന് വെച്ചാൽ നിങ്ങളുടെ മാർക്ക് കൂട്ടിയത് ശരിയാണോ എന്നറിയാൻ വേണ്ടി ഒന്നും കൂടെ കൂട്ടി നോക്കും. അത്ര മാത്രമേ ഉണ്ടാവുകയുള്ളൂ. റീവാലുവേഷൻ ഇതിൽ 3 വെച്ച് എൻ്റെ അഭിപ്രായം, എൻ്റെ സ്വന്തം അഭിപ്രായം, എൻ്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ 3 വെച്ച് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റീവാലുവേഷനാണ്. കാരണം റീവാലുവേഷൻ നിങ്ങൾ കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്കുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ ഒന്നും കൂടെ അവർ വാല്യുവേഷൻ ചെയ്യും. പിന്നെ 8 മാർക്കോ 8 അതിലധികമോ കിട്ടുകയാണെങ്കിൽ, 8 മാർക്ക് കൂടുകയാണെങ്കിൽ നിങ്ങൾ അടയ്ക്കുന്ന പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. റീവാലുവേഷൻ ഫീസാണ് 500 രൂപയാണ്. 8 മാർക്കോ അധികമോ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ അടച്ച പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ പേപ്പർ ഒന്നും കൂടെ വാല്യുവേഷൻ ചെയ്യുകയും ചെയ്യും. ഇതാണ് റീവാലുവേഷനുള്ള ഗുണം. എൻ്റെ അഭിപ്രായത്തിൽ ഈ 3 എണ്ണത്തിലും വെച്ച് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റീവാലുവേഷനാണ്. ഏതായാലും റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി എന്നിവയുടെ അപേക്ഷകൾ കഴിഞ്ഞ ദിവസം ക്ഷണിച്ചു. വിദ്യാർത്ഥികൾക്ക് മെയ് 14 വരെ, ഈ വരുന്ന ചൊവ്വാഴ്ച വരെയാണ് നിങ്ങൾക്ക് അതിൻ്റെ അപേക്ഷയുള്ളത്. നിങ്ങൾ ഏത് സ്കൂളിലാണോ +2 പരീക്ഷ എഴുതിയത്, പബ്ലിക് എക്സാം എഴുതിയത്, ആ സ്കൂളിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.